രാവിലെ 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. 2 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മൈദ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. പക്ഷെ മൈദയാണ് കൂടുതൽ ടേസ്റ്റ്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഏലക്കായും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതാ 1/2 കപ്പ് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ ആക്കിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. നിങ്ങൾ അടിക്കുന്ന സമയത്ത് പാല് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ദോശക്കല്ല് ചൂടാക്കിയിട്ട് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ആറി വന്നു കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ചൂടോടെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇതുപോലെ ഇങ്ങനെ തൂക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. രാവിലെ എളുപ്പം തപ്പി നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, അല്ലെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.